നമസ്തേ, നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. നാടൻ പൈക്കളുടെ പരിപാലനത്തിനായി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു ക്ഷീരകർഷകയുണ്ട് തൃശ്ശൂരിൽ. പേര് കല്യാണി മേനോൻ. 100-ലേറെ ഗോക്കളെ പറമ്പിൽ തുറന്നുവിട്ട് വളർത്തുന്നതിനൊപ്പം അവയുടെ പാലും ചാണകവും ഗോമൂത്രവുമെല്ലാം ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിലെത്തിക്കുകയും ചെയ്യുന്നു ഈ കർഷക. തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ ആ നന്മയുടെ കാഴ്ചകളാണ് ഇത്തവണ നാട്ടുവരമ്പിൽ. നമ്മളിപ്പോൾ ഇവിടെ തൃശ്ശൂർ പാർലിക്കാട് വടക്കാഞ്ചേരി എന്ന് പറയും NSS വ്യാസ കോളേജിൻ്റെ സമീപത്തുള്ള ജ്ഞാനാശ്രമത്തിൽ 100-ലധികം 130ഓളം ഗോക്കളെ സംരക്ഷിക്കുകയാണ്. ഇന്ത്യൻ നാടൻ ഇനത്തിൽപ്പെട്ട ഗോക്കളാണ് ഇവിടെ മുഴുവനും ഉള്ളത്. 10ഓളം ബ്രീഡുകളുണ്ട്. അതിൽ ഗോക്കളിൽ പശുക്കൾ, കാളകൾ, കുഞ്ഞു പശുക്കൾ, വയസ്സായ അമ്മ പശുക്കൾ ഇവരെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. നമ്മൾ സംരക്ഷിക്കുന്നു. ആദ്യം നമ്മൾ കാസർഗോഡ് കുള്ളനെ ആണ് വാങ്ങിച്ചത്. അത് പിന്നെ ഞാൻ ശ്രീ രവിശങ്കർജിയുടെ ഒരു ടോക്കിൽ ഇങ്ങനെ നാടൻ പശുക്കളെ നമ്മൾ സംരക്ഷിക്കണമെന്നൊക്കെ കേട്ടിട്ടാണ് നമുക്കതിനൊരു ഇഷ്ടം തോന്നിയത്. അങ്ങനെ നമ്മളുടെ തന്നെ ഒരു ആർട്ട് ഓഫ് ലിവിങ് ടീച്ചറായ ബിനീഷ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യത്തെ കാസർഗോഡ് കുള്ളനിലുള്ള ലക്ഷ്മി പശുവിനെ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാലിനായിട്ട് വേറൊരു കാസർഗോഡിനെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗിർ പശുവാണ് വന്നത്. അങ്ങനെ പാർവതി പറഞ്ഞിട്ടുള്ള ആ പശുവാണ് പിന്നെ നമ്മുടെ വീട്ടിൽ വന്നു. അവളുടെ മോൾക്ക് ഞാൻ കല്യാണി എന്ന് തന്നെ പേരിട്ടത് അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ വന്നിട്ട് ഈ കാളിമാതാവ് നമുക്ക് ചന്തയിൽ നിന്ന് കിട്ടുകയാണ് ഉണ്ടായത്. പിന്നെ അങ്ങനെ ഞാനൊരു 15ഓളം പശുക്കളെ പല ഇനത്തിൽ നമ്മൾ വാങ്ങുകയുണ്ടായി. ഇപ്പോൾ നമുക്കിവിടെ 125 ഗോക്കളാണ് ടോട്ടലായിട്ടുണ്ട്. പ്രസവിച്ച കുട്ടികളൊന്നും കൊടുത്തിട്ടില്ല. അതിൽ 55ഓളം കാളകളാണ്. വിവിധ ഇനത്തിലുണ്ട്. 10-15 ഗോക്കളെ നമുക്ക് ഓരോരുത്തർക്ക് നോക്കാൻ പറ്റാണ്ട് നമുക്ക് ദാനമായിട്ട് തന്നിട്ടുണ്ട്. തീരെ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് കാളകളെയൊക്കെ നോക്കാൻ പറ്റാണ്ട് നമ്മൾ സ്വീകരിച്ചതുണ്ട്. പിന്നെ രക്ഷിച്ചത് അയ്യന്തോള് ഒരിക്കൽ ഒരു അപകടത്തിൽ അമ്മ മരിച്ചിട്ടുള്ള ഒരു കുഞ്ഞെ മോളെ, അത് അവിടെ മോളിലാണ് ചെറിയ നാടൻ പശു കാസർഗോഡ് ഇനത്തിൽ അവളെ രക്ഷിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ 9 ബ്രീഡിലുള്ള വിവിധ ഇനം പശുക്കൾ, നാടൻ പശുക്കളാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് വന്നിട്ട് ഗിർ പശുക്കൾ, റെഡ് സിന്ധി, പിന്നെ വെച്ചൂർ. കാളീനെ ഞങ്ങൾ ഒരു 2018 നമ്മൾ തൃശ്ശൂർ വീട്ടിൽ പശുഗോശാല ഉണ്ടാവുന്ന സമയത്തിൽ തൃശ്ശൂർ ഒരു ചന്ത ഉണ്ടാവുമല്ലോ, കാളകളെയും മുരികളെയൊക്കെ കൊണ്ടുവരുന്ന ചന്തയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു കൂട്ടർ എന്നെ വിളിച്ച് പറഞ്ഞതാ, ടീച്ചർ അവിടുത്തെ പോലത്തെ പശു ഉണ്ട് ഇവിടെ, തമിഴ്നാട്ടിൽ നിന്ന് ആരോ കൊണ്ടുവന്ന് വിൽക്കണു, അപ്പോൾ ഒന്ന് വരുമോ അതിനൊന്ന് രക്ഷിക്കൂ പറഞ്ഞു. അങ്ങനെ ഞാനും മോനും കൂടെ പോയി. അങ്ങനെ മോനും വെറുതെ അവളുടെ കയറ് പിടിച്ചത് അവളങ്ങനെ കൂടെ വരികയുണ്ടായത്. അന്ന് അവർ അതിന് ചെനയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അവൾക്ക് ചെന പിടിക്കാണ്ട് അവർ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. പിന്നെ നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഇതുവരെ അവൾക്ക് കുട്ടിയായിട്ടില്ല. ഞങ്ങൾ അവളെ സംരക്ഷിക്കുകയാണ്. സാധുവാണ്, ഒന്നും ചെയ്യില്ല, മൂക്കയറ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നന്ദമോള്, നമ്മളുടെ കുഞ്ഞെ പശുക്കളുടെ വെച്ചൂരിനത്തിൽ പെട്ട മണിക്കുട്ടിയുടെ മോളാണ്. ചെറിയൊരു മിക്സ് ഉണ്ട് ഇവൾക്ക് കാസർഗോഡിൻ്റെ ആയിട്ട്. സ്നേഹമാണ്, വിളിച്ചാലൊക്കെ വരും. ഇവരൊക്കെ പൂജയുടെ ഷെഡിലാണ് ഇവരുടെയൊക്കെ സ്ഥലം. ഇപ്പോൾ വെയിൽ കൊള്ളാൻ വേണ്ടി ഇവർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മളുടെ വെച്ചൂർ ഇനത്തിൽ, കേരളത്തിലെ നാടൻ പശുക്കളിൽ വരുന്ന വെച്ചൂർ കാസർഗോഡ് ഇനത്തിൽ വരുന്ന പശുക്കളിലെ ഒരു മോളാണ്. ഇവിടെ പ്രസവിച്ച കുട്ടികൾ തന്നെയാണ്. മണിക്കുട്ടിയുടെ മോളാണ്, നന്ദക്കുട്ടിയാണ് അത്, നന്ദമോള്. വളരെ ഇണക്കാണ് ഇവർക്കൊക്കെ. ഇവരൊക്കെ ഇപ്പോൾ വെയിലത്ത് നമ്മൾ അഴിച്ചു വിടാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മൾ വേറെ അവിടെ
ഷെഡുകളുണ്ട്, ഇവരുടെ പ്രത്യേക ഷെഡിലേക്ക് മാറ്റും. ഇത് ശിവ, ഗിർ പശുവിനത്തിൽ വരുന്ന ബുള്ളാണ്. ശിവ നമ്മൾ പൂജയ്ക്കൊക്കെ, നന്ദികേശ്വര പൂജയ്ക്കൊക്കെ മോനെ കെട്ടുന്നതാണ്. എല്ലാവരുടെ അടുത്ത് ഭയങ്കര ഇണക്കാണ്. ശിവയുടെ അമ്മ അവിടെ ഉണ്ട്, ശിവാനിയുടെ ഒക്കെ ഇവിടെ നമ്മുടെ അവിടെ തന്നെ ആയിരിക്കണ ആളുകളാണ്. ഇവൻ്റെ കുട്ടികളാണ് ഇവിടെ, കുറേ പേരും ഇവൻ്റെ മക്കളാണ്. ഭൈരവാ, ഇത് ഭൈരവനാണ്. നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ പ്രസവിച്ച ആദ്യത്തെ ബുള്ളാണ് ഭൈരവൻ. അവൻ്റെ കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ള കുറേ പേരും ഇവൻ്റെ മക്കളാണ്. പിന്നെ ഒരുപാട് ഇണക്കാണ്, ആരെയും ഒന്നും ചെയ്യില്ല. റെഡ് സിന്ധിയാണ് അവന്, സ്നേഹം മാത്രമാണ്. ഇവിടെയല്ല, നമ്മളെ വീട്ടിലാണ് ഗോശാല ആദ്യം തുടങ്ങിയത്. അപ്പോൾ അവിടെയാണ് ഭൈരവനെ പ്രസവിച്ചിരിക്കുന്നത്. അവൻ്റെ അമ്മേനെ ഇവനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് മാളുവിൻ്റെ ആദ്യത്തെ മോനാണത്. ടോട്ടൽ നമുക്കിവിടെ ഒരു 54-55 ബുള്ളുകളുണ്ട്. 125 ഗോക്കളാണ് ടോട്ടൽ എല്ലാ ബ്രീഡുകളിലും കൂടിയിട്ട്. 8-9 ബ്രീഡുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഗിറിൻ്റെ 2 ബുള്ളുകൾ ഭൈരവനും ശിവനും വിഷ്ണു ഉണ്ട്. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്താൾ ഈയിടെ കാനഡയിലേക്ക് പോയി, അവിടെ ജോലി ജസ്റ്റ് ആയിട്ടുണ്ട് അയാൾക്ക്. ഇയാൾ രണ്ടാമത്തെ മകനാണ് വിഘ്നേഷ്. ഇയാൾ പ്രിയയാണ്, എൻ്റെ ഒരു സഹോദരി സ്ഥാനത്ത് ഫ്രണ്ടാണ്, സ്റ്റുഡൻ്റാണ്. യോഗ ക്ലാസ്സുകൾ അസിസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ തനിയെ ക്ലാസ്സുകളൊക്കെ എടുക്കണു. പക്ഷേ 2017 ആദ്യത്തെ പശു തുടങ്ങി വീട്ടിൽ. അപ്പത്തൊട്ട് എൻ്റെ കൂടെ പ്രിയയുടെ ഹസ്ബൻഡ് ഉണ്ട്, അനിൽ മാഷ്, അയ്യന്തോൾ സ്കൂളിൽ ടീച്ചറാണ്. ഇവർ രണ്ടുപേരുമാണ് മെയിനായിട്ട്. ഞങ്ങളൊരു 3-4 പേരാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മെയിനായിട്ട് ഓടാനായിട്ട് ഉള്ളത്. ഞാൻ യോഗ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു 9-10 വർഷമായിട്ടുണ്ട് ഞാൻ അവിടെ വന്നിട്ട്. അങ്ങനെ അമ്മുചേച്ചിയുടെ കൂടെ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി. പിന്നെ ആദ്യമൊന്നും എനിക്ക് പശുക്കളെ കുറിച്ചൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ അമ്മുചേച്ചിയുടെ കൂടെ നിന്ന് എനിക്കും ഇവരൊരു മക്കളെ പോലെ ആയി. ഇത് രാധയാണ്, റെഡ് സിന്ധി ഗിർ മിക്സ് ആയിട്ടുള്ളൊരു പശുവാണ്. ഇവിടെ നമ്മൾ വീട്ടിൽ ഗോശാല ഉണ്ടാവുന്ന സമയത്തിൽ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ ഒരു പടിഞ്ഞാറേ കോട്ട പറയും, വെസ്റ്റ് ഫോർട്ട്, അവിടെയുള്ള ഒരു ഇടത്തു നിന്ന് പശുക്കളെ മേയാൻ വിട്ടിട്ടുണ്ടായിരുന്നു, നാടൻ പശുക്കളെ. അങ്ങനെ ഇവർക്ക് തിരിച്ചു പോകാൻ വഴി അറിയാണ്ട് ഒരിക്കൽ അഷ്ടമിരോഹിണിയുടെ അന്നാണ് പടിക്കൽ ഇവളും പിന്നെ ഒരു ബുള്ള്, കാസർഗോഡിലൊരു ബുള്ളുണ്ട് അവിടെ, കൃഷ്ണൻ. അവർക്ക് കൃഷ്ണനും രാധയും നമ്മൾ പേരിട്ടു. ഞാൻ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ നമ്മുടെ ഷെഡിൽ അങ്ങനെ കയറി നിന്നു. അങ്ങനെയാണ് ഇവർ എത്തിയത്. ഓരോ ഗോക്കളുടെയും പുറകിലെ കഥകളാണത്. ഇതാണ് കൃഷ്ണൻ, നമ്മുടെ അവിടുത്തെ ഒരു ബുള്ളാണ്, കാസർഗോഡ് ബുള്ളനാണ്. അപ്പോൾ ആള് നമ്മൾ മേടിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ ആരും തന്നതൊന്നുമല്ല, നമ്മുടെ അവിടെ വന്ന് കയറി ചേർന്നതാണ് അഷ്ടമിരോഹിണിക്ക്. നമ്മുടെ വീട്ടിൽ ഗോശാല ഉണ്ടായിരുന്ന സമയത്ത് ഒരു 18 പശുക്കളൊക്കെ ഉള്ള സമയത്ത്, ഇത് വെള്ളപ്പൊക്ക സമയത്താണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് മണം നഷ്ടപ്പെട്ടിട്ട് വേറൊരു ഗോശാലയിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് വന്നതാണ്. പിന്നീട് നമ്മുടെ അവിടെ തന്നെ നമ്മുടെ പശുക്കളൊക്കെ ആയിട്ട് ചേർന്ന് വന്നു. പിന്നെ ഇവിടെ ആകെ ഗോശാലയിൽ ഇവന് മാത്രമാണ് മൂക്കയറുള്ളത്. കാരണം നമ്മുടെ അടുത്ത് അത്ര കുഴപ്പമില്ലെങ്കിലും വേറെ പശുക്കളൊക്കെ ആയിട്ട് അടി ഉണ്ടാക്കലും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിന് മാത്രമാണ് ലൂസായിട്ട് മൂക്കയറിട്ടിട്ടുള്ളത്. പക്ഷെ മെല്ലെ മെല്ലെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണു ഇപ്പോൾ ഇവൻ്റേത്. പക്ഷെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അവന്. നാടൻ പൈക്കൾ പകർന്നു നൽകുന്ന ഊർജം അത് ശരിക്കും അനുഭവിച്ചറിയണമെങ്കിൽ തൃശ്ശൂർ ജ്ഞാനാശ്രമത്തിലെ നന്ദിഗൗറ ഗോശാലയിലെത്തുക. ഉപേക്ഷിക്കപ്പെട്ടതും അറവുശാലകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതുമായ ഒട്ടേറെ പശുക്കളെയും കാളകളെയും കല്യാണി മേനോൻ എന്ന കർഷക സ്വന്തം മക്കളെപ്പോലെ ഇവിടെ പരിപാലിച്ചു വരുന്നു. നാടൻ പശുക്കളുടെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഇവരുടെ ഒരു എനർജി ലെവല് വളരെ അധികമാണ്. നമുക്കിപ്പോൾ ഒരു വിഷമം ഉണ്ടായിട്ടിരിക്കുക, അങ്ങനത്തെ ഒരു സന്ദർഭങ്ങളിൽ ഇവരുടെ സാമീപ്യം നമുക്കൊരുപാട് സന്തോഷവും സ്നേഹവും പോസിറ്റീവ് എനർജിയും നമുക്ക് തരുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്തൊരു 10 ബ്രീഡുകളുണ്ട് ഇപ്പം. അതിൽ ഗിർ, റെഡ് സിന്ധി, കാസർഗോഡ് ഡ്വാർഫ്, വെച്ചൂര്, പിന്നെ വന്നിട്ട് ഈ വില്ലുവാദ്രി പശുക്കൾ,
കാങ്ക്രേജ്, പുങ്ങാനൂർ, ടാർ പാർക്കറിൻ്റെ ഒക്കെ ബുള്ളാണ് ഉള്ളൂ. അങ്ങനെ ഒരു 10 ഇനം ആളുകളുണ്ട്, 10 ഇനം വിവിധ ഇനത്തിലുള്ള പശുക്കളുണ്ട്. പിന്നെന്താ കൃഷ്ണവാലി പശുക്കൾ, അവരൊക്കെ ഓരോരോ ഷെഡുകളിൽ നമ്മൾ സെപ്പറേറ്റ് ഇട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ അടുത്ത് ഉണ്ടായ ഈ ബുള്ളുകൾ തന്നെ എല്ലാവരും നമ്മൾ പേരിട്ടിട്ട് നമ്മുടെ കുട്ടികളെ പോലെ വീട്ടിലൊക്കെ വളർത്തി. പിന്നെ എനിക്ക് അവരെ ഒന്നും കൊടുക്കാൻ പറ്റാണ്ടായി. പിന്നെ ഇവരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു എനർജിയാണ് ഇവരുടെ. നമ്മളിവരുടെ അടുത്ത് വന്നിരുന്നാലും ഭയങ്കര ഒരു വ്യത്യാസമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈവൻ നമുക്കൊരു വയ്യായിക അതുപോലെ ഉണ്ടെങ്കിലും ഇവരുടെ കൂടെ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്നൊരു വ്യത്യാസവും റിലീഫും ഒരു എനർജി നമുക്ക് കിട്ടുന്നൊരു അനുഭവങ്ങളുണ്ട്. ഈവൻ വയ്യായകൾ ഉണ്ടായിട്ട് പോലും നമുക്കത് മാറിയ അനുഭവം എനിക്ക് ഒരുപാടുണ്ട്. അതൊക്കെയാണ് പിന്നീട് ഇവരെ എനിക്ക് കൊടുക്കാൻ പറ്റാണ്ടായി. ഇത് കാങ്ക്രേജ് വെറൈറ്റിയിലുള്ള പശുവാണ്. നമ്മുടെ ഗോശാലയിലെ കാവൽക്കാരെന്നാണ് കാങ്ക്രേജ് പശുക്കളെ പറയുക. വലിയ കൊമ്പുകൾ, കൂനൊക്കെ ഉള്ളത്. ഇവൾക്കിപ്പോൾ ഇത്തിരി ക്ഷീണമുണ്ട്, ഇവൾക്ക് ഇത്തിരി വയ്യായ വന്നതുകൊണ്ടാണ്. ബാക്കി കാങ്ക്രേജ് പശുക്കളൊക്കെ നല്ല എനർജിയുള്ള, എനിക്കൊരുപാട് താല്പര്യമായിരുന്നു ഇങ്ങനെ വലിയ കൊമ്പുകളുള്ള പശുക്കൾ നമ്മളുടെ ഗോശാലയുടെ. ഞങ്ങളുടെ 4-5 പേരുണ്ട്, ഇവളുടെ കുട്ടികളുണ്ട് ഇവിടെ. കാങ്ക്രേജ് ആക്ച്വലി ഹരിയാന, നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ നിന്നുള്ള ഗോക്കളാണ്. എത്ര ചൂടുള്ള ടെമ്പറേച്ചറിലും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ള വലിയൊരു കഴിവാണ് ഈ പശുക്കളുടെ റെസിസ്റ്റൻസ് പവർ. അതുകൊണ്ട് അവരുടെ പഞ്ചഗവ്യത്തിലും ആ കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ തമ്മിലുള്ള സ്നേഹം ചിലപ്പോൾ ബുള്ളുകൾ തമ്മിൽ അടികൂടൽ നല്ലോണം ഉണ്ട്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇവരെ ഒരുമിച്ച് വിട്ട കാരണം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഉള്ളിൽ ഇറങ്ങുമ്പോഴാണ് ഓരോരുത്തർ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. ചിലർ നമ്മളെ സമ്മതിക്കില്ല മറ്റുള്ളവരെ തലോടി കൊടുക്കണം. അവർ തമ്മിലുള്ള ആ ഒരു അസൂയ, അവരുടെ സ്നേഹം അത്രയുള്ളൂ. ഇത് കാങ്ക്രേജിൻ്റെ മോൾ തന്നെയാണ്, കാങ്ക്രേജിൻ്റെ കുട്ടിയാണ്. അധികമായിട്ടില്ല, അവൾക്ക് 1.5 വയസ്സായിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവൾ വലുതാകുമ്പോഴേക്കും വലിയ കൊമ്പൊക്കെ ആയിട്ട് വലുതായി വരും. ഇവരൊക്കെ കിടന്ന് വിശ്രമിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഫീഡ് കൊടുക്കാൻ വേണ്ടി ഇവരൊക്കെ ആകെ അവർ കെട്ടിയിടുക. നമ്മൾ 2 മണിക്കൂറാണ് കെട്ടുക, 3 to 5. അവർക്ക് മെയിൻ ഫീഡ് കൊടുക്കുന്ന സമയത്ത് കെട്ടിയിട്ടിട്ട് അവർക്ക് വേപ്പെണ്ണ പുരട്ടി കൊടുക്കും. ഇപ്പോൾ നിറയെ കൊതും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമ്പോൾ വേപ്പെണ്ണ പുരട്ടും, ഭക്ഷണം കൊടുക്കും. കെട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ശരിക്കും ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അവർ ആ സമയത്ത് മാത്രമാണ് നമ്മളൊന്ന് കെട്ടിയിടുന്നത്. ഇവർ രാവിലെ ഒരു 8 മണിക്ക്, 7:30-8 മണിയോട് കൂടി നമ്മൾ ഗോക്കളെ മുഴുവനും മേയാൻ വേണ്ടി വിടും. വെയിലൊക്കെ ഒന്ന് നല്ല വെയിൽ വരുന്ന സമയമാകുമ്പോൾ ഒരു 11 മണിയോട് കൂടിയൊക്കെ അവർ മേഞ്ഞിട്ട് ഈ ഇടകളിലുള്ള ഷെഡുകളിൽ വന്ന് വിശ്രമിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. 3 മണിക്ക് നമ്മളിവരെ കെട്ടും, എല്ലാവരെയും സെപ്പറേറ്റ് കെട്ടിയിട്ടാണ് സെപ്പറേറ്റ് പാത്രങ്ങളിലാണ് ഇവർക്കൊക്കെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്. ഇത് ഗിർ ഇനത്തിലെ നമ്മളുടെ ബുള്ളാണ്, ശിവ. നമ്മുടെ ഇവിടെ ഉണ്ടായ മോന തന്നെയാണ്. ഇവന് 4 വയസ്സായി. ഇവൻ്റെ കുട്ടികൾ ഇപ്പോൾ ആയി തുടങ്ങി. ഗിറിൻ്റെ നല്ല ഏറ്റവും പ്രത്യേകത അറിയാലോ, അതിൻ്റെ കൂന് തന്നെ കണ്ടില്ലേ, വലുതായിട്ട് അവനുണ്ട്. പിന്നെ ഇവരുടെ എനിക്ക് അനുഭവം, ഈ നാടൻ പശുക്കളുടെ ബുൾസിൻ്റെ നെറ്റിക്ക് ശർക്കരയുടെ മണമാണ്. അത് ഭയങ്കര സ്മെല്ലാണ്, ശർക്കരയുടെ മണമാണ്. അത്രയും എനർജി പോലെയാണ് എനിക്കിവരെ ഫീൽ ചെയ്യുക. എനിക്ക് പശുക്കളെക്കാളും ഈ ബുൾസിൻ്റെ അടുത്തുള്ള ആ ഒരു പ്രിയം ഭയങ്കര അധികമാണ്. അതുകൊണ്ട് ഞാൻ ഒരാളെ പോലും ഇതുവരെയും നമ്മൾ പുറത്തേക്ക് കൊടുത്തിട്ടില്ല. 10-55 ബുൾസ് നമുക്കിപ്പോൾ ഉണ്ട്. ഗോക്കളെ മൂക്കയറിടാതെ കേരളത്തിന് പുറത്തൊക്കെ കാണുന്നത് പോലെ അഴിച്ചു വിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി വളർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി. അപ്പോൾ രാത്രി കാലങ്ങളിൽ മാത്രമാണ് മക്കൾ ഷെഡുകളിൽ വന്ന് കിടക്കുന്നത്. പകൽ സമയത്ത് ഇവിടെ ഒരു 10-15 ഏക്കർ സ്ഥലത്ത് ഗോക്കൾ മേഞ്ഞ് നടക്കും. നന്ദിഗൗറ ഗോശാലയിൽ മറ്റു ഗോക്കളെ പോലെയല്ല നാടൻ പൈക്കളുടെ പരിപാലനം. അവയുടെ ആഹാര രീതികളിൽ ഉൾപ്പെടെ വ്യത്യസ്തമായ പരിപാലന മുറകളാണ് കല്യാണിയും കൂട്ടരും അവലംബിച്ചു വരുന്നത്. ഇതൊരു ഫാം അല്ല, ഗോശാല എന്നാണ് പറയുക. കേരളത്തിന് പുറമെ ധാരാളം ഗോശാലകളുണ്ട്. പക്ഷേ കേരളത്തിലധികം കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ അഴിച്ചുവിട്ട് വളർത്തി ഇവർക്കൊന്നും മൂക്കയറില്ലാതെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ. പിന്നെ ബുള്ളുകളാണ്, അറിയാലോ നമ്മുടെ കേരളത്തിൽ
കാളകളെ 10-55 കാളകളാണ് ഇപ്പോൾ നമുക്കുള്ളത്. അവരെ സംരക്ഷിക്കണം. നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവന് പോലും അപായമാണ്. അങ്ങനെയാണ് നമ്മൾ ഇവരെ സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. ഒരുപാട് പേര് സഹായിച്ച് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളുണ്ട്. സാമ്പത്തികമായ പ്രതിസന്ധിയുടെ ഒപ്പം തന്നെ സ്ഥലം നമുക്കിപ്പോൾ ഒരു അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള സ്ഥലം തികയാണ്ട് വന്നിരിക്കുകയാണ്. രാവിലെ ഒരു 8 മണി തൊട്ട് 2 മണി വരെ 6 മണിക്കൂർ ഇവർ വെയിലത്ത് മേഞ്ഞ് നടക്കും. അത് കാരണം കൊണ്ട് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൽ ഇവരുടെ പഞ്ചഗവ്യങ്ങൾക്കൊക്കെ ശക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആരോഗ്യവും അങ്ങനെ തന്നെ വലിയ ഡോക്ടറെ വിളിക്കേണ്ട അത്യാവശ്യങ്ങൾ വരാറില്ല. വളരെ എമർജൻസി ആണ് വരാറുള്ളൂ, അപൂർവമാണത്. കാലിത്തീറ്റ നമ്മൾ ഒട്ടും ഇവിടെ കൊടുക്കണില്ല. അതുകൊണ്ട് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. അതുകൂടാതെ തന്നെ പിണ്ണാക്കുകൾ, വിവിധ ഇനം പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പരുത്തി പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക് വാങ്ങിച്ച് അതിൽ തവിടുകൾ, നെല്ല് തവിടും വിവിധ ഇനം ചോളത്തവിടത്ത് ഗോതമ്പ് തവിടൊക്കെ മിക്സ് ചെയ്ത് സൈലേജും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവരുടെ ഭക്ഷണം കൊടുക്കുന്നത്. സൈലേജും നമ്മളിവിടെ ഉണ്ടാക്കുക തന്നെയാണ്. കാരണം വാങ്ങുമ്പോൾ ചിലപ്പോൾ അതിൽ ഇതുപോലെ മിക്സ് ഉണ്ടാവിച്ചിട്ട് ശർക്കരയും ഉപ്പും അമൃതും ചേർത്തിട്ടുള്ള സൈലേജ് നമ്മൾ ചോളപ്പുല്ല് വാങ്ങിച്ച് ഇവിടെ ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സത്യമംഗലത്ത് നിന്ന് ചോളം ഇറക്കുകയാണ് ചെയ്യണത്. 5 ടണ്ണ് 10 ടണ്ണൊക്കെ ആയിട്ട് ചോളം ഇറക്കും. ആ ചോളം നമ്മൾ ഇങ്ങനെ ഇത്രയും സ്മോളായിട്ട് നമ്മളുടെ കട്ടിങ് മെഷീനിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ കല്ലുപ്പ്, ശർക്കര, പശു അമൃത് അത് 3ഉം കൂടി കലക്കി വെച്ച് ഫെർമെൻറ്റ് ചെയ്ത് വെച്ചതുണ്ടാവും. അത് തളിക്കും. അത് തളിച്ചിട്ട് നമ്മളിതിൽ എയർ ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനത്തെ ക്യാനുകളിൽ സംഭരിച്ച് വെക്കും. അത് ഒരു 10-15 ദിവസമൊക്കെ ആകുമ്പോൾ അതിങ്ങനെ നല്ല ഗോൾഡൻ കളറായിട്ട് വരും. ഇതിനാണ് സൈലേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത്. ചോളപ്പുല്ലും ഉണ്ട് ഇതിൽ, അതുമാതിരി പൈനാപ്പിളിൻ്റെ കുഞ്ഞ പീസുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കണ സൂപ്പർ നാപ്പിയർ, CO3, CO5 എന്ന് പറഞ്ഞ പുല്ലുകൾ ഇവിടെ ഒരു 3 ഏക്കറിൽ വെച്ചിട്ടുണ്ട്. അതും കൂടെ കട്ട് ചെയ്തിട്ടുള്ള പുല്ലുകളാണത്. ഈ പുല്ലും കൂടെ നമ്മൾ ഈ സൈലേജിൽ മിക്സ് ചെയ്യും. ഈ 3 നേരവും നമ്മൾ ഇതൊക്കെ കൂടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ മെയിൻ ഫീഡ് വരുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പിണ്ണാക്കുകളും കൂടി മിക്സ് ചെയ്തിട്ട് പാത്രങ്ങളിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ പശുക്കളെയും കെട്ടി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പശുക്കൾക്ക് ഫീഡ് എങ്ങനെയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഇത്രയും പശുക്കൾക്ക് സെപ്പറേറ്റ് എത്തണം. അപ്പോൾ നമ്മൾ സൈലേജ് നമ്മൾ മിക്സ് ചെയ്യും. സൈലേജ് ഇടും ആദ്യം. അതിൽ ഈ സൈലേജിൽ നമുക്ക് പശുക്കൾക്ക് ഈ ചോളത്തിൻ്റെ ഇങ്ങനത്തെ ചോളപ്പുല്ലിൽ ഈ ഗുണങ്ങളൊക്കെ അവർക്ക് കിട്ടും. അതിട്ട ശേഷം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നെല്ല് തവിട്, ഉഴുന്ന് തവിട്, ചോളം തവിട്, ഗോതമ്പ് തവിട്, പിന്നെ ഏതാണ് കുറച്ച് വില കുറവിൽ ആ സമയത്ത് അവൈലബിൾ, സോയ കിട്ടും, ചില സമയത്തിൽ കടലത്തൊണ്ട് കിട്ടും. അങ്ങനെ പലതരം തവിടുകൾ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. അത് ഇടും. അതിനുശേഷം ഇനി പിണ്ണാക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചതും കൂടെ ചേർക്കും ലാസ്റ്റ്. ഇതിൽ നമ്മൾ തേങ്ങാ പിണ്ണാക്ക്, പരുത്തി പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, കല്ലുപ്പ് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് മിശ്രിതം നമ്മൾ രാവിലെ തന്നെ ഇട്ട് വയ്ക്കും. ഇനി ഇത് നമ്മൾ തവിട് സൈലേജ് മിശ്രിതത്തിലേക്ക് ഒഴിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം ചേർത്ത് പുട്ടുപൊടി കുഴയ്ക്കണ പരുവത്തിൽ നമ്മളിതിനെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി കുഴയ്ക്കും. അങ്ങനെ തവിട്, പിണ്ണാക്ക്, സൈലേജ് ഇതെല്ലാം കൂടിയ മിശ്രിതമാണ് നമ്മൾ ഇവർക്ക് മെയിനായിട്ടുള്ള ഫീഡായിട്ട് കൊടുക്കുന്നത്. ഇത് അമ്മ പശുക്കൾക്ക് ആദ്യമൊക്കെ നമ്മൾ 2 നേരം കൊടുത്തിരുന്നു. ഇപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ എത്താത്തത് കൊണ്ട് അമ്മ പശുക്കൾക്ക് അതുമാതിരി വല്ല ക്ഷീണമൊക്കെ തോന്നുന്ന പശുക്കൾക്ക് 2 നേരം, രാവിലെയും ഒരു 3 മണിക്കും കൊടുക്കും. ബാക്കി എല്ലാ പശുക്കൾക്കും 3 മണിക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് പാത്രങ്ങളിൽ എത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും കെട്ടുക നേരത്ത് 3 മണി തൊട്ട് 5 മണിക്കുള്ളിൽ എല്ലാ പശുക്കളിലേക്കും നമ്മളിത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ പശുക്കൾക്കും നമ്മൾ ഭക്ഷണ രീതി
7 വർഷമായിട്ട് ഞാൻ പല രീതിയിലും പരീക്ഷിച്ച ശേഷം ഞങ്ങൾക്കിപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട്, കാരണം ഹെൽത്തി ബേബീസാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന കുട്ടികൾ, അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ്. ഭക്ഷണം കറക്കണ പാലുള്ള അമ്മ പശുക്കൾക്ക് 2 നേരം, അല്ലെങ്കിൽ ക്ഷീണം തോന്നുന്ന പശുക്കൾക്ക് 2 നേരം, അല്ലാത്തവർക്ക് എല്ലാവർക്കും വൈകുന്നേരം 3 മണിക്കാണ് മെയിനായിട്ടുള്ള ഫീഡ്. പിന്നെ പുല്ല് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പൈനാപ്പിൾ ലീവ്സും നമ്മൾ പാടത്തും വരമ്പുകളിൽ നിന്നൊക്കെ പറക്കിക്കൊണ്ടുവരുന്ന പുല്ല് കട്ട് ചെയ്ത് കൊണ്ടുവരും. അതും ചോളവും കൂടിയിട്ട് ചോപ്പറിൽ കട്ട് ചെയ്തിട്ടാണ് ഇവർക്ക് 2 നേരം 3 നേരം അത് കൊടുക്കും. വൈക്കോല് 1 നേരം കൊടുക്കും, പിന്നെ ഫീഡും. അങ്ങനെയാണ് ഇപ്പോൾ ഭക്ഷണ രീതികൾ അവർക്ക് ചെയ്യുന്നത്. പുറമേ നിന്നുള്ള റെഡിമിക്സ് ആയിട്ടുള്ള കാലിത്തീറ്റകൾ അതൊന്നും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കാരണം ഇതിൻ്റെ പഞ്ചഗവ്യങ്ങൾ പലരും വൈദ്യന്മാരൊക്കെ അതിൻ്റെ ഗോമൂത്രം കൊണ്ടുകൊണ്ട് നമ്മളതിനെ അർക്കുണ്ടാക്കുന്നുണ്ട്. 2 മാസമായിട്ട് ഞങ്ങളുടെ ഗോക്കൾക്ക് സ്ഥലത്തിൻ്റെ കുറച്ച് പ്രശ്നം, ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ 10 ഏക്കർ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പശുക്കൾ 10 ഏക്കർ മേഞ്ഞിരുന്നത് ഇപ്പോൾ ഒരു 2 മാസമായിട്ട് നമുക്കില്ല. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് മാറേണ്ട ഒരു ആവശ്യം കഴിഞ്ഞു ഇവർ പറഞ്ഞിരിക്കുന്ന സമയം. ആ ഒരു മേച്ചിലിൻ്റെ കുറച്ച് ക്ഷീണം, മേയാനുള്ള ഇടം കുറച്ച് കുറവുള്ളത് കൊണ്ട് കുറച്ച് പശുക്കൾക്ക് ക്ഷീണം വന്നിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മരുന്നൊന്നും കൊടുക്കണില്ല, തീറ്റ കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ പ്രാവശ്യം കൊടുത്തിട്ട് ഞങ്ങളങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയുണ്ടായി. 1-2 അസുഖങ്ങളിൽ ഒരു മാരകമായ അസുഖം തന്നെ പറയാം, അതിൽ നിന്ന് എനിക്ക് ഒരു മോചനം ഉണ്ടായതിന് ശേഷം പിന്നെ എനിക്കിതിനോട് ഒരുപാട് വളരെ പ്രതിപത്തി തോന്നിയിട്ട് ഞാൻ പഞ്ചഗവ്യ ചികിത്സ അങ്ങനെ പഠിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നാടൻ പശുക്കളുടെ പഞ്ചഗവ്യത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കുകയും ഇതിൻ്റെ അനുഭവം നമുക്ക് കൂടുതലായിട്ട് ജീവിതത്തിൽ വരുത്താനുള്ള, മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കണം എന്ന് തോന്നാനുമുള്ള ഒരു കാരണം അതാണ്. ഇപ്പം നമ്മൾ ഇവരെയൊക്കെ ഒരുമിച്ച് വിടുകയാണ് ചെയ്യണത്, കാളകളെയും പശുക്കളെയും. അതുകൊണ്ട് ഡോക്ടർമാരെ വിളിക്കുകയോ ഇൻസെമിനേഷൻ നമ്മൾ പുറമേ നിന്ന് അങ്ങനെ കൊടുക്കണില്ല. ആദ്യത്തെ കുറച്ച് പശുക്കൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ബുൾസ് വലുതായി കഴിഞ്ഞ ശേഷം ഇവർ തന്നെ ക്രോസ് ആവുക, ഓട്ടോമാറ്റിക്കലി ഇവർ ക്രോസ് ആവണം. അകിട ഇറങ്ങുമ്പോഴാണ് നമ്മൾ കുറച്ചൊക്കെ ആവുമ്പോഴാണ് ചേനയുണ്ടെന്ന് അറിയുക. പ്രകൃതിയോട് അനുബന്ധിച്ച് സ്വയമേവ നടക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ് അക്കാഡമിക്കലി ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു 19 വർഷത്തോളം കുടുംബം മുഴുവനും കേരളത്തിന് പുറമേ ആയിരുന്നു. മക്കൾ 2 ആൺകുട്ടികൾ, അവർ ജനിച്ചിരിക്കുന്നതും കേരളത്തിന് പുറമെയാണ്. അവിടെ നിന്ന് വന്ന ശേഷം ഞാൻ എൻ്റെ അച്ഛന് വയ്യാണ്ട് നാട്ടിൽ വരികയാണ് ഉണ്ടായത്. അതിനുശേഷം ആത്മീയ പാതയിലൂടെ ശ്രീ രവിശങ്കർജിയുടെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ യോഗ ടീച്ചറൊക്കെ ആയിട്ട് മാറിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയാനും ഇത് പ്രചരിപ്പിക്കാനും ഇതിന് വേണ്ടിയിട്ടും നമ്മൾ ആരംഭിച്ചത്. പക്ഷെ പിന്നീട് ഇതിൻ്റെ സ്നേഹം കാരണം നമുക്കുണ്ടായ കാളകളെയും കുട്ടികളെയും ഒന്നും കൊടുക്കാൻ ആളുകൾ ഒരുപാട് ചോദിച്ചു വരുന്നുണ്ട് പല രീതിയിലെങ്കിലും കൊടുക്കാൻ പറ്റാണ്ടായി, സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ടുകളായി. എങ്കിൽ പോലും ഇപ്പോഴും മാസം ഒരുപാട് ബാധ്യതകളുണ്ടെങ്കിൽ കൂടെയും നമ്മൾ ഒരുപാട് പേര് സഹായിച്ചിട്ടൊക്കെ നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. പുറമേ ആയിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, മക്കൾ കൂടെ സഹായിക്കാനുണ്ടെച്ചെങ്കിലും നമുക്കൊന്നും താങ്ങാതിനേക്കാളും നമ്മുടെ കയ്യിലുള്ളതെല്ലാം കൊടുത്തിട്ടും നമുക്കിപ്പോൾ താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടെന്നേ ഉള്ളൂ. എന്നാലും ഒരു കൂട്ടായ്മ നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും സഹായം നമ്മളോടൊപ്പം ഉണ്ട്. സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സക്സസ് ആക്കാൻ പറ്റുന്നുള്ള ഒരു സ്വപ്നത്തിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും. ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ കല്യാണി മേനോന് ഗോക്കളുടെ പരിപാലനം ഒരു ബിസിനസ് അല്ല. നാടൻ പൈക്കളുടെ മഹത്വം പുതുതലമുറയിലേക്ക് എത്തിക്കുക, ഒപ്പം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക പാരമ്പര്യം നിലനിർത്തുക, ഇതൊക്കെയാണ് ഈ കർഷകയുടെ ലക്ഷ്യം. അനുയോജ്യമായ മറ്റൊരു സ്ഥലത്ത് കൂടുതൽ പൈക്കളെ ഉൾക്കൊള്ളിച്ച് തൻ്റെ നന്ദിഗൗറ ഗോശാല വിപുലീകരിക്കുക എന്നതാണ് ഈ കർഷകയുടെ ലക്ഷ്യം.
ജ്ഞാനാശ്രമത്തിലെ നാടൻ പൈക്കളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ തുടരും. നന്ദി, നമസ്കാരം.